പണ്ട് ഭാരതത്തിലെ അംബരീഷനെ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം പരമഭക്തനും ജ്ഞാനിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ രക്ഷക്കായി വിഷ്ണു ഭഗവാന് തന്നെ സ്വന്തം സുദർശനചക്രത്തെ കൊട്ടാരത്തിൽ വച്ചിരുന്നു. ഒരു ദിവസം ദുർവാസാവു മഹർഷി രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തി. അന്ന് രാജാവ് ഏകാദശി വ്രതം കഴിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് തുടങ്ങുകയായിരുന്നു. രാജാവ് മഹർഷിയെ പൂജിച്ചിരുത്തി കൊട്ടാരത്തിൽ നിന്നും ഭിക്ഷ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് മഹർഷി കുളിക്കാനായി പുറപ്പെട്ടു. വളരെ സമയമായിട്ടും മഹർഷി കുളി കഴിഞ്ഞെത്തിയില്ല. ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. അംബരീഷ മഹാരാജാവിന് വ്രതം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. അദ്ദേഹം പണ്ഡിതന്മാരുമായി പരിഹാരം ചർച്ച ചെയ്തു. പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ജലപാനം നടത്തി വ്രതം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ദുർവാസാവു മഹർഷി എത്തി. അതിഥിയായ താൻ എത്തുന്നതിനു മുമ്പ് രാജാവ് ആഹാരം കഴിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. ഇത് തന്നെ ധിക്കരിച്ചതാണെന്ന് ധരിച്ച് കോപിഷ്ഠനായ ദുർവാസാവു മഹർഷി തന്റെ ജട പറിച്ചെടുത്ത് നിലത്ത് ആഞ്ഞടിച്ചു. അപ്പോൾ തീജ്വാല വമിക്കുന്ന കണ്ണുകളോടുകൂടിയ കറുത്ത ഒരു ഭീകരരൂപമുണ്ടായി. കൃത്തിക എന്നാണ് അവളുടെ പേര്. പനയേക്കാൾ പൊക്കവും ആനയേക്കാൾ വണ്ണവുമുണ്ട്. കൃത്തിക രാജാവിനെ വിഴുങ്ങുന്നതിനായി പാഞ്ഞെടുത്തു. രാജാവിനൊരു ഭയവും തോന്നിയില്ല. പക്ഷേ സുദർശനചക്രം പാഞ്ഞുവന്ന് തന്റെ രശ്മികൾ കൊണ്ട് കൃത്തികയെ ഭസ്മമാക്കി. എന്നിട്ട് ദുർവാസാവു മഹർഷിയുടെ നേരെ തിരിഞ്ഞു. മഹർഷി പേടിച്ച് ഓട്ടി കൈലാസത്തില് ശിവന്റെ അടുത്തെത്തി അഭയം അഭ്യർത്ഥിച്ചു. മഹർഷി ശിവഭക്തനാണല്ലോ. പക്ഷെ ശിവന് പറഞ്ഞു സുദർശനചക്രത്തോടെ തിടാൻ തനിക്ക് കഴിവില്ല എന്ന്. ദുർവാസാവ് അവിടെ നിന്നും ബ്രഹ്മാവിന്റെ അടുത്തേ കൂടി. പക്ഷേ മഹർഷിക്ക് അവിടെയും അഭയം കിട്ടിയില്ല. പിന്നെ സുദർശനചക്രത്തിന്റെ ഉടമയായ വിഷ്ണുഭഗവാന്റെ അടുത്തു തന്നെ ചെന്ന് തന്നെ രക്ഷിക്കണമെന്നപേക്ഷിച്ചു. എന്നാൽ വിഷ്ണുഭഗവാൻ പറഞ്ഞതെന്താണെന്നോ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്റെ ഭക്തന്റെ ദാസനാണ്. എനിക്ക് എന്റെ ഭക്തനെയും ഭക്തൻ എന്നെയും മാത്രമേ അറിഞ്ഞുകൂടൂ. എന്റെ ഭക്തനാണ് എന്നെക്കാൾ വലിയവന്. അതുകൊണ്ട് എന്റെ ഭക്തനായ അംബരീഷനെ തന്നെ അഭയം പ്രാപിക്കൂ. പിന്നെ മഹർഷേ, ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ. തപസ്സും യോഗശക്തിയും എല്ലാം ഉണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ്. ഇത്രയും കേട്ടപ്പോൾ മഹർഷി പശ്ചാത്താപത്തോടുകൂടി അംബരീഷ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ ദുർവാസാവ് മഹർഷി കണ്ടതെന്താണ്? രാജാവ് മഹർഷിയെ പ്രതീക്ഷിച്ച് അന്ന് നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. മഹർഷി രാജാവിന്റെ കാൽക്കൽ വീണ് രക്ഷക്കായി അഭ്യർത്ഥിച്ചു. അപ്പോൾ രാജാവ് സുദർശനചക്രത്തോട് അപേക്ഷിച്ചു. ഞാൻ എന്തെങ്കിലും തപസ്സോ പുണ്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി ഞാൻ സമർപ്പിക്കുന്നു. ഹേ സുദർശനചക്രമേ, ശാന്തമാകൂ. ഉടൻ തന്നെ സുദർശനചക്രം ശാന്തമായി. മഹർഷിയെ രാജാവ് വേണ്ടവണ്ണം സൽക്കരിച്ച് യാത്രയാക്കി.